പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, നാളിതുവരെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് അങ്ങ് നന്ദി പറയുന്നു. എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന എല്ലാ സഹോദരങ്ങളും അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അങ്ങയുടെ വചനത്തിലൂടെ അവർക്ക് പരിഹാരം കാണുവാനും അങ്ങ് അവരെ സഹായിക്കണമേ. നല്ല ഈശോയെ, ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണുവാനായിട്ട് ഉപവാസവും പ്രാർത്ഥനയും സഹായിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അങ്ങയുടെ വാക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അങ്ങ് അനുഗ്രഹിക്കുകയും അതിനെല്ലാം പ്രതിവിധി കണ്ടെത്തുവാൻ അവരെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും, പ്രത്യേകമായിട്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മെ പിന്തുടരുന്നുണ്ട്. ഈശോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധി കാണുവാനായിട്ട് നമ്മെ ഒരു രഹസ്യം പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിൻ്റെ പ്രശ്നം എത്ര വലുതായാലും അതിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ പഠനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ പിശാച് ബാധിതനായ ഒരു ബാലനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവരുന്നു. എന്നാൽ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനിത് പറയുകയാണ്, ഞാൻ എൻ്റെ ഈ ബാലനെ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല, അങ്ങ് അവനെ സുഖപ്പെടുത്തുക. ഈശോ അവരെ ശകാരിച്ചുകൊണ്ട് ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന രംഗം നാം കാണുന്നു. അതിനുശേഷം 9-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഈശോയോട് ശിഷ്യന്മാർ രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിക്കാതെ പോയത്? ഈശോ പറയുന്നു, നമ്മൾക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ബൈബിളിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവയൊന്നും പുറത്താക്കാൻ സാധിക്കില്ല, പ്രാർത്ഥന കൊണ്ടല്ലാതെ. എന്നാൽ ശരിക്കും അതിൻ്റെ ആ വാക്കുകൾ പ്രാർത്ഥന മാത്രമല്ല, ഉപവാസവും പ്രാർത്ഥനയാണ്. നിങ്ങൾ ബൈബിളിൻ്റെ ഫുട് നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും, ഉപവാസവും പ്രാർത്ഥനയും. അതായത് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ ഉപവാസവും പ്രാർത്ഥനയാണ്, എന്നാൽ കലാകാലങ്ങളിലുള്ള തർജ്ജമയിൽ എവിടെയോ ആ ഉപവാസം എന്നുള്ള വാക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക, ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും എത്ര കീറാമുട്ടിയായാലും നമുക്കതിനെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. ഫിയാത്ത് മിഷനിലെ സഹോദരന്മാർ പലപ്പോഴും പറയുകയുണ്ടായി, അവരിങ്ങനെ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് പല സ്ഥലത്തേക്കും അയക്കുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ്. ഒരെണ്ണം പരിഹരിച്ചു വരുമ്പോൾ അടുത്തൊരെണ്ണം, വീണ്ടും അത് പരിഹരിക്കുമ്പോൾ അടുത്തൊരെണ്ണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഉപവാസം ആരംഭിക്കും. അത് 20-30 ദിവസമൊക്കെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവർ ഉപവാസം ആരംഭിക്കും. അങ്ങനെ ഉപവാസം കഠിനമാകുമ്പോൾ ആ കെട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അഴിയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇതൊത്തിരിയേറെ ദൈവഭക്തരുടെ അനുഭവമാണ്. ഉപവാസത്തും പ്രാർത്ഥനയും കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ആ കെട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അഴിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഉപവാസത്തെക്കുറിച്ച് നമ്മൾ മറ്റൊന്ന് നോക്കണ്ട. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ എത്രയോ വ്യക്തികൾ, മോശ 40 ദിവസം ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എസ്തർ ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ദാനിയേൽ ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ ഉപവാസം കൊണ്ട് ഒത്തിരിയേറെ ആത്മീയമായിട്ടുള്ള ശക്തിയും ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും കാണുവാൻ സാധിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈശോയുടെ ഉപവാസം തന്നെ നോക്കുക. ഈശോ 40 ദിവസം ഉപവസിച്ചുവെന്ന്
നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. 40 ദിവസം അവിടുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി, അവിടുന്ന് ഉപവസിച്ചു. ആ ദിവസങ്ങളിൽ അവിടുന്ന് ഒന്നും ഭക്ഷിച്ചില്ല. സമാന സുവിശേഷകന്മാർ എല്ലാവരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശോയുടെ ആ ഉപവാസത്തെക്കുറിച്ച്. 40 ദിവസം അവിടുന്ന് ഉപവസിച്ചു. അവസാനം അവിടത്തേക്ക് വിശന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം നോക്കേണ്ടത്, ഈശോയ്ക്കും പ്രലോഭനങ്ങളുണ്ടായിരുന്നു. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് അവിടുന്ന് ഉപവസിച്ചു. ഇവിടെ പ്രലോഭനം എന്ന് പറയുന്നത് പേരും പ്രശസ്തിക്കുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കുള്ള ആഗ്രഹം, അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെയാണ്. ഈശോ 100% ദൈവമായിരുന്നു, 100% മനുഷ്യനായിരുന്നു. അപ്പോൾ ആ മാനുഷികമായ രീതിയിലുള്ള ചില പ്രലോഭനങ്ങൾ, പേരും പ്രശസ്തി നേടുക, സ്ഥാനമാനങ്ങൾ നേടുക, ഇങ്ങനെയുള്ള ചില പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈശോ എന്താണ് ചെയ്തത്? ഉപവസിച്ചു. 40 ദിവസം അവിടുന്ന് ഉപവസിച്ചപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അവിടത്തേക്ക് വിശക്കണം. പക്ഷേ അതിൻ്റെ ഫലം എന്താണ്? ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടുന്ന് ആത്മാവിനാൽ നിറഞ്ഞ് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിനാൽ നിറഞ്ഞ്, ഫിസിക്കലി ഹി ഹാസ് ഗോൺ ഔട്ട്, ബട്ട് സ്പിരിച്വലി ഹി ഹാസ് എംപവേർഡ്. ശാരീരികമായിട്ട് അവിടത്തേക്ക് ക്ഷീണമുണ്ടായി, അവിടത്തേക്ക് വിശപ്പുണ്ടായി, എന്നാൽ ആത്മീയമായിട്ട് അവിടത്തേക്ക് ശക്തി കിട്ടി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവിടുന്ന് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഉപവസിക്കുമ്പോൾ ഒത്തിരിയേറെ ശക്തി നമുക്ക് കിട്ടും, ഒത്തിരിയേറെ അഭിഷേകം നമുക്കുണ്ടാകും. എൻ്റെയും വ്യക്തിപരമായ ഒരനുഭവമാണ്. ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഉപവസിക്കാറുണ്ട്. ഞാൻ വൈദികർക്കും സിസ്റ്റേഴ്സിനൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ സാധാരണ രാവിലെയും ഉച്ചയ്ക്കും മാത്രം ഭക്ഷണം, ഉച്ചകഴിഞ്ഞ് ഉപവസിക്കും. ഇടവക ധ്യാനങ്ങളാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം ഉപവസിക്കും. ഈ ഉപവാസം ഞാൻ പഠിച്ചത് അമ്മ ത്രേസ്യയിൽ നിന്നോ യോഹന്നാൻ ക്രൂസിൽ നിന്നോ ഫ്രാൻസിസ് അസീസിൽ നിന്നൊന്നുമല്ല. ഒരു സാധാരണക്കാരിയായ ഒരു സഹോദരി, ബനാറസിൽ ഒരു ലിറ്റി ചേച്ചിയുണ്ട്, ഭയങ്കരമായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃച്ഛികമായിട്ട് ആ സഹോദരി ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ടായി, അച്ഛാ, ഈസ്റ്റർ സൺഡേയിലെ ഒരു വായന എനിക്ക് വികാരിയച്ഛൻ നൽകി. ഞാനത് വായിച്ചപ്പോൾ ഒത്തിരിയേറെ അഭിഷേകമുണ്ടായെന്ന് വികാരിയച്ഛനും മറ്റു പലരും പറഞ്ഞു. നമുക്കറിയാം, ലാറ്റിൻ ലിറ്റർജി അനുസരിച്ച് ഈസ്റ്റർ സൺഡേയിൽ 9 വായനകളുണ്ട്. രക്ഷാകര ചരിത്രം മുഴുവനും അവിടെ വായിക്കും. ഈ 9 വായനയിൽ ഒരു വായന വായിക്കാനായിട്ട് ഈ സഹോദരിക്ക് വികാരിയച്ഛൻ കൊടുത്തു. അത് വായിച്ചപ്പോൾ ഒത്തിരിയേറെ അഭിഷേകത്വം ഉണ്ടായി, അഭിഷേകത്തോടെ വായിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞാനത് വായിക്കാനായിട്ട് 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഈ ലോകം മുഴുവനും പോയി ഇതുപോലെ പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ത്യാഗമാണ് ഉള്ളത്. അങ്ങനെ അന്ന് ആ സഹോദരിയിൽ നിന്ന് കിട്ടിയ പ്രചോദനമനുസരിച്ച് ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, അതിനു മുമ്പും അതിനു ശേഷവുമുള്ള എൻ്റെ ധ്യാനത്തെ നോക്കുമ്പോൾ ഒത്തിരിയേറെ അഭിഷേകം ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ഒത്തിരിയേറെ അഭിഷേകം ഞാൻ ധ്യാനിപ്പിക്കുന്ന ആൾക്ക് ലഭിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ സഹോദരി യാതൊരു ദൈവശാസ്ത്ര പഠനമോ അല്ലെങ്കിൽ ആത്മീയശാസ്ത്ര പഠനമോ ഒന്നുമുള്ള ആളല്ല. സാധാരണ ഒരു വീട്ടമ്മ, ജപമാല ചൊല്ലാനും കുരിശിൻ്റെ വഴി നടത്താനും അങ്ങനെ പ്രാർത്ഥന മാത്രം നടത്തുന്ന ആ സഹോദരി ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഒത്തിരിയേറെ ആത്മീയ ശക്തി ആ സഹോദരിക്ക് ലഭിക്കുന്നുണ്ട്. മാതൃധാമാശ്രമത്തിൽ അനിൽ ദേവച്ചൻ പലപ്പോഴും കൗൺസിലിങ്ങിനായിട്ട് ആ സഹോദരി വിളിക്കുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് കോഴ്സോ യാതൊന്നുമില്ല, പക്ഷേ ഓരോ കൗൺസിലിങ്ങിനും പോകുമ്പോഴും 100 പ്രാവശ്യം 150 പ്രാവശ്യം കുരിശിൻ്റെ വഴി നടത്തുകയും ആ ദിവസങ്ങളിലെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പോകുന്നു. അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അതിന് പരിഹാരം കിട്ടും. നമ്മൾ ആരുമായിക്കോട്ടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഒത്തിരിയേറെ ദൈവകൃപ നമുക്ക് കിട്ടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, ഒരു രാജ്യത്തിൻ്റെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ഉപവസിക്കാനായിട്ട് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്.
ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ദൈവം പാപം ചെയ്ത് ഈ മനുഷ്യനെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ പറയുന്നു, 2-ാം അധ്യായത്തിൻ്റെ ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം 1-2 വാക്യത്തിൽ അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണുനീരോടും കൂടി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു തരിക, ദൈവത്തെങ്കിലേക്ക് തിരിക്കുക. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കൂടി. കണ്ടോ, ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്ന ആ നിമിഷത്തിലാണ്. ഉപവാസത്തോടും നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി നിങ്ങൾ തിരിച്ചു വരുവാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും സമർത്ഥമായി നൽകും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ഞാൻ ഒരു പരിഹാസപാത്രമാക്കില്ല. ഉപവാസത്തിൻ്റെ ഫലം. പാപം ചെയ്ത് ദൈവം ശിക്ഷിക്കാൻ പോവുകയായിരുന്നു. ആ മനുഷ്യരോട് പ്രവാചകൻ പറയുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി കർത്താവിനിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ട് ആ ഒരു ഉപവാസം ആരംഭിച്ചപ്പോൾ കർത്താവ് പറയാണ്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. ഞാൻ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളെ ഞാൻ മറ്റ് ജനതകളുടെ ഇടയിൽ പരിഹാസപാത്രമാക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര വലിയ പാപം ചെയ്ത മനുഷ്യരാണെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കും. നമ്മുടെ പല തകർച്ചകളും കാരണം നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെയോ പൂർവികരുടെയൊക്കെ പാപങ്ങളാണ്. അതിൻ്റെയൊക്കെ ഫലമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പല തകർച്ചകൾക്കും കാരണം. അങ്ങനെയെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന് പരിഹാരം ദൈവം ക്ഷമിക്കും. ഉപവാസത്തിലൂടെയാണ് നമുക്ക് വിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള ഏത് പ്രശ്നവും പരിഹരിക്കുവാനുള്ള ഒരു മാർഗം. വീണ്ടും വളരെ മനോഹരമായ വേറൊരു ചിത്രം നാം കാണുന്നുണ്ട് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. നമുക്കറിയാം, നിനിവേ നഗരം ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. പാപം ചെയ്ത മനുഷ്യരാണ്. അവസാനമായിട്ട് അവർക്ക് ഒരു താക്കീതോട് കൊടുക്കുവാനായിട്ട് ദൈവം യോനായെ അങ്ങോട്ട് അയക്കുകയാണ്. പക്ഷേ യോന പോകുന്നില്ല. യോന നേരെ താർഷീസിലേക്ക് കപ്പൽ കയറി. എന്തുകൊണ്ടാണ്? യോന നീതിമാനായിരുന്നു. നീതി എന്ന വാക്കിൻ്റെ അർത്ഥം ഗീവ് വാട്ട് ഈസ് ഡ്യൂ ടു ഹിം, ജസ്റ്റിസ്, ഗീവ് വാട്ട് ഈസ് ഡ്യൂ ടു ഹിം. ഓരോരുത്തരും അർഹിക്കുന്നത് കൊടുക്കുക. നിനിവേ നിവാസികൾ പാപം ചെയ്തവരാണ്. അവരർഹിക്കുന്നത് ശിക്ഷയാണ്. നന്മ ചെയ്യുന്നവന് അവനെ നല്ലത് കൊടുക്കുക, തിന്മ ചെയ്യുന്നവനെ ശിക്ഷിക്കുക. അതാണ് നീതി എന്ന് പറയുന്നത്. ഇവിടെ യോനാ പ്രവാചകൻ നീതിമാനായിരുന്നതുകൊണ്ട് നിനിവേ നിവാസികൾ പാപം ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് അവരെ ശിക്ഷിക്കണം. അതുകൊണ്ടാണ് യോന നേരെ താർശീസിലേക്ക് കപ്പൽ കയറുന്നത്. പക്ഷെ നമുക്കറിയാം അവിടെ എന്ത് സംഭവിച്ചു. കപ്പൽ തകരാൻ പോകുന്നു. ആളുകൾ പിടിച്ച് യോനായാണ് അതിൻ്റെ കാരണക്കാരനെന്ന് പറഞ്ഞപ്പോൾ കടലിലേക്ക് എറിയുന്നു. മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുന്നു. 3-ാം ദിവസം മത്സ്യം അവനെ ഛർദ്ദിച്ചിടുന്നു. അങ്ങനെ വീണ്ടും ദൈവം യോനായെ നിനിവേയിൽ കൊണ്ടുവരികയാണ്. നിനിവേ നഗരത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്നേക്ക് 40-ാം ദിവസം നിനിവേ നഗരം നശിപ്പിക്കപ്പെടും. യോനായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. രാജാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി തൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിവെച്ച് ചാക്കുടുത്ത് ഉപവസിക്കാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, മനുഷ്യനോ മൃഗമോ ആരും ഭക്ഷിക്കരുത്, മൃഗങ്ങളെ മേയ്ക്കാനായിട്ട് വിടരുത്, ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. എല്ലാവരും അവൻ്റെ പാപത്തിൽ നിന്ന് വിട്ട് ഭക്ഷണം കഴിക്കാതെ, ഉപവസിക്കാതെ, വെള്ളം കുടിക്കാതെ ജീവിക്കുക, ചാക്ക് വസ്ത്രമെടുത്ത് ജീവിക്കുക. അങ്ങനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതോടുകൂടി രാജാവ് മുതൽ മൃഗങ്ങൾ വരെ എല്ലാവരും ഉപവസിച്ച് ചാക്ക് വസ്ത്രമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ മനുഷ്യർ അവരുടെ തിന്മപ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ
മേൽ പതിക്കാനിരുന്ന ആ ശിക്ഷയിൽ നിന്ന് പിൻവലിച്ചു. ശിക്ഷ പിൻവലിച്ചു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ തീരുമാനം വരെ മാറ്റുവാനായിട്ട് ഉപവാസത്തിന് ശക്തിയുണ്ട്. ഒരുപക്ഷെ പാപം ചെയ്ത മനുഷ്യരെ അല്ലെങ്കിൽ തകർച്ച അനുഭവിക്കുന്ന മനുഷ്യരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട്, ആ തീരുമാനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് അവരെ മാറ്റുവാനായിട്ട് ഉപവാസത്തിന് കഴിയും. അതാണ് പറയുന്നത്. അതാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഉപവാസത്തിൻ്റെ ശക്തി കൊണ്ട് ആ യോനാ നിനിവേ നഗരത്തെ ശിക്ഷയിൽ നിന്ന് ദൈവം ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് ഉപവാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഈ ബനാറസിലെ മാതൃധാമാശ്രമത്തിലും അതുപോലെ പല ആശ്രമത്തിലും ഉപാസന കുടീർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഉപാസന കുടീർ. അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആ ധ്യാന ഹാളിൽ നിന്നൊക്കെ കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയ കുടീർ, ഒരു ചെറിയ കെട്ടിടം, ചെറിയൊരു വീട്, ഒരു മുറി, ഉപാസന കുടീർ എന്നാണ് അതിന് പറയുന്നത്. അവിടെ രാവിലെ 6 മണിയുടെ കുർബാനയ്ക്ക് ശേഷം 6:30 പരിശുദ്ധ കുർബാന ഈശോയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വയ്ക്കും. ഒരു വ്യക്തി മാത്രം അവിടെ ഇരുന്ന് ഉപവസിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. വൈകിട്ട് 6:30 വരെ, 6:30 മുതൽ 6:30 വരെ 12 മണിക്കൂർ അവിടെ ഇരുന്ന് ഈശോയെ മുഖാമുഖം നോക്കി പ്രാർത്ഥിക്കുക. വെള്ളം കുടിക്കണം. 1.5 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. വെള്ളം അവിടെ തന്നെ ആളുകൾ കൊണ്ടുവന്ന് തരും. അതിനായിട്ടൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കവിടെ ഇരുന്ന് ഈശോയെ മുഖാമുഖം നോക്കി പ്രാർത്ഥിക്കാം. ഉപാസന കൂടി ഇരുന്നാണ് 3 ദിവസമെങ്കിലും, 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, അത് നമ്മൾ നേരത്തെ പേരൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ ഇരിക്കാനായിട്ട് അതിന് സാധിക്കുകയുള്ളൂ. ഞാൻ പല പ്രാവശ്യം അവിടെ ഇരുന്നിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. 3 ദിവസം 12 മണിക്കൂർ ഈശോയെ നോക്കിക്കൊണ്ട് മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഉപവസിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്, വലിയൊരു അനുഭവമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആത്മീയ ശക്തി നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അവിടുത്തെ ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. ഏകദേശം വർഷം മുഴുവനും അവിടെ ആളുകൾ ഇതുപോലെ ഇതിനുവേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. അതായത് 3 ദിവസം യാതൊന്നും ഭക്ഷിക്കുന്നില്ല, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. അങ്ങനെ അത് പലരും, അവർ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരായുള്ള മനുഷ്യരുണ്ട്, അൽമായരുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ നിയോഗങ്ങൾ. ചിലർ അച്ഛന്മാരൊക്കെ സബാറ്റിക്കലിയറിന് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ചിലപ്പോൾ 40 ദിവസത്തെ ധ്യാനത്തിന് വന്നവരായിരിക്കാം. സാധാരണക്കാരായ അൽമായർ ഒരുപക്ഷെ അവരുടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ഒക്കെ അവർ അതിന് പ്രിപ്പയറായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഉപാസന കുടിയിൽ. 3 ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ ആത്മീയ ശക്തി കിട്ടുന്നു. പിശാചിൻ്റെ പ്രലോഭനം വളരെ ശക്തിയായിട്ടുണ്ടാകും, ഒരു സംശയമില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇരുന്നപ്പോൾ ഒരു 10 മണിയായപ്പോഴേക്കും എനിക്ക് ചെറിയ തലവേദന ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് 3 ദിവസം പോയിട്ട് 1 ദിവസം പോലും ഞാൻ പൂർത്തിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തലവേദന തുടങ്ങുകയാണ്. ചെറിയ തലവേദനയാണ്. ആദ്യ ദിവസം 10 മണിയായപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നപ്പോഴേക്കും ഞാൻ ആ നിമിഷം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ വീണ് മരിച്ചാലും ഈ 3 ദിവസം ഞാനൊന്നും ഭക്ഷിക്കില്ല. ഏതായാലും ഈശോയുടെ മുമ്പിലാണല്ലോ ഞാൻ മരിക്കാൻ പോകുന്നത്. ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ 3 ദിവസം ഞാനൊന്നും ഭക്ഷിക്കുന്നില്ലെന്ന് ഞാൻ ഈശോയുടെ മുന്നിൽ ഇരുന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ആ തലവേദന അപ്രത്യക്ഷമായി. പിശാചിൻ്റെ പ്രലോഭനമാണ്, വളരെ ശക്തിയായിട്ടുണ്ടാകും. വേറെ സഹോദരി പറയുകയായിരുന്നു, അവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ നല്ല ചിക്കൻ വറുത്തതും ഫിഷ് ഫ്രൈഡ് എല്ലാം മണം വരികയാണ്. നമുക്കറിയാം, ഇവിടത്തേക്ക് ധ്യാനകേന്ദ്രം പോലെയൊന്നുമല്ല. അവിടെയൊക്കെ നോർത്തിലുള്ള ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം അവിടെയൊക്കെ ജീവിക്കുന്ന എല്ലാവരും പ്യുവർ വെജിറ്റേറിയനാണ്. മത്സ്യമോ മാംസമോ ഒന്നും അവർ കഴിക്കില്ല. ഈ ആശ്രമത്തിൽ, മാതൃധാമാശ്രമത്തിൽ ഒരിക്കലും വളരെ ലളിതമായ ഭക്ഷണം, അത് ചപ്പാത്തിയോ എന്തെങ്കിലും ദാൽ കറി, ചെറിയൊരു കറി അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അവിടെ ആ ആശ്രമത്തിലോ അതിന് ചുറ്റുമെല്ലാം ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യൻ്റെയും ഭവനത്തിൽ മാംസമോ മത്സ്യമോ ഒന്നും പാകം ചെയ്യില്ല. പക്ഷേ ഈ സഹോദരിക്ക് ഭയങ്കര ശക്തമായ നല്ല ഫിഷ് ഫ്രൈഡേയും അതുപോലെ തന്നെ കോഴി വറുത്തതിൻ്റെയൊക്കെ മണം വരുന്നുവെന്ന്. ശക്തമായ പ്രലോഭനം, പിശാച് ശക്തമായ പ്രലോഭനം ഉണ്ടാകും. പക്ഷേ
നമ്മളൊരു തീരുമാനമെടുത്ത് ഉപവസിച്ചാൽ ശക്തിയായ ആ ആത്മീയ ശക്തി നമുക്ക് കിട്ടും. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, അതിനെ പരിഹരിക്കാനായിട്ട് ഒരേ ഒരു മാർഗമുള്ളൂ. ഈശോ പറഞ്ഞു തന്ന ഈ മാർഗം, ഉപവാസവും പ്രാർത്ഥനയും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോലി തുടങ്ങുമ്പോൾ, എന്തെങ്കിലും ഒരു ഭവനം പണിയുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് ഒക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതാനും ദിവസവും ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അതിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. എൻ്റെ അങ്കിള് ഒരു കർമ്മീത്ത വൈദികനാണ്. അദ്ദേഹം കുറേ നാൾ അമേരിക്കയിൽ ജോലി ചെയ്തു. അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി, ഒരു മലയാളി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആദ്യ കുർബാനയ്ക്ക് അങ്കിള് അച്ഛനെ ക്ഷണിച്ചു. കുറേ അകലെയാണ്, എന്നാലും അതുകൊണ്ട് തലേ ദിവസം തന്നെ അദ്ദേഹം അവിടെ എത്തുകയാണ്. അവരുടെ വീട്ടിലെത്തിയപ്പോൾ വളരെ രസകരമായൊരു കാര്യം, ഒരു കപ്പ് കാപ്പി പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല. ഈ വീട്ടിലെ ആ മകൻ, ആ ഡോക്ടറും അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അവിടുന്ന് കാപ്പി ഭക്ഷണമെല്ലാം അവിടെ അറേഞ്ച് ചെയ്തു. ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്തില്ല. വേറെ പലരും അവിടെ വന്നു, അവർക്കൊന്നും കൊടുത്തില്ല. ഒരു കാപ്പി പോലും, ഒരു ചായ പോലും ഒന്നും കൊടുത്തില്ല. പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയാണ്. ആദ്യ കുർബാനയ്ക്ക് ശേഷമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത്. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത്, ഈ കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയ്ക്ക് ആത്മീയമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ കുടുംബത്തിലെ എല്ലാവരും തലേ ദിവസം മുഴുവനും ഒന്നും ഭക്ഷിക്കാതെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കുഞ്ഞ്, അവനതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അവിടെ വന്നവരോട് ആ ഡോക്ടറും അവരുടെ ഭവനത്തിൽ മറ്റുള്ളവരും പറഞ്ഞു, ഇവൻ സ്വീകരിക്കാൻ പോകുന്ന ഈ ആദ്യ കുർബാനയുടെ അതെന്താണെന്ന് അവൻ മനസ്സിലാക്കണം, അതിൻ്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കണം, അതിൻ്റെ ദൈവാനുഗ്രഹം അവനുണ്ടാകണം. അതുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഒരു ദിവസം മുഴുവനും യാതൊന്നും ഭക്ഷിക്കാതെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതാണ് സ്വർഗീയമായ കുടുംബം എന്ന് പറയുന്നത്, വിശുദ്ധിയുടെ ആനന്ദമുള്ള കുടുംബം. പ്രിയ ദൈവമക്കളെ, വിശുദ്ധിയുടെ ആനന്ദത്തിൽ നിലനിൽക്കാനായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിശുദ്ധി നിറയും. വിശുദ്ധി നിറയുമ്പോൾ കൂടുതൽ ആനന്ദം നമുക്ക് ലഭിക്കും. ഇത് മാത്രമേ പരിഹാരമുള്ളൂ. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാം. പരസ്പരം നമുക്ക് ഇതിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാനായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ നൽകണമേ. ഉപവസിച്ച് പ്രാർത്ഥനയിലൂടെ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, എത്ര വലുതായാലും, ഞങ്ങൾക്കതിൻ്റെ പരിഹാരം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സാധിക്കുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങൾ അവരുടെ ജീവിതത്തെ പ്രശ്നങ്ങളിൽ ഒരിക്കലും നിരാശപ്പെടാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാം ഒരു പരിഹാരം നേടുവാനായിട്ട് നല്ല ദൈവമേ ഇവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.